ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തിങ്ക് സ്മാർട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എനിവുമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മാത്സ് ബോക്സ്, അതായത് +2 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ് മാത്സ് ബോക്സ്. മാത്സ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? തീപ്പെട്ടി. ഇവിടെ ഒരു സ്ത്രീയെ തീപ്പെട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. The story Matchbox is written by ആശാ പൂർണ്ണ ദേവി. ആശാ പൂർണ്ണ ദേവി എന്ന് പറയുന്ന ഒരാളാണ് ഈ മാത്സ് ബോക്സ് എന്ന കഥ എഴുതിയിട്ടുള്ളത്. നൊബിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. നൊബിതയാണ് ഇതിലെ. അജിത് ഓപ്പൺസ് ആൻഡ് റീഡ് ദ ലെറ്റർ അഡ്രസ്ഡ് ടു നൊബിത വിത്തൗട്ട് ഹെർ പെർമിഷൻ. അതായത് അജിത്ത് ഓപ്പൺ ആൻഡ് റീഡ് ദ ലെറ്റർ അഡ്രസ്ഡ് ടു നൊബിത വന്ന ഒരു കത്ത് അജിത്ത് തുറക്കുകയും അത് വായിക്കുകയും ചെയ്തു. വിത്തൗട്ട് ഹെർ പെർമിഷൻ, അതായത് അവളുടെ അനുവാദം കൂടാതെയാണ് അജിത്ത് ആ കത്ത് തുറന്നു നോക്കുകയും വായിക്കുകയും ചെയ്ത്. ദിസ് ബിഹേവിയർ ഓഫ് അജിത്ത് ഹേർട്സ് നൊമിതാസ് സെൽഫ് റെസ്പെക്റ്റ്. അജിത്തിൻ്റെ ഈ ഒരു സ്വഭാവം അവളുടെ ആത്മാഭിമാനത്തെ വേദനിപ്പിച്ചു. ദ ലെറ്റർ ഈസ് ഫ്രം ഹെർ പുവർ വിഡോവഡ് മദർ. അതായത് നൊമിതക്ക് ഒരു വിധവയായ അമ്മ ഉണ്ട്. ആ അമ്മ അയച്ചതാണ് ഈ കത്ത്. നൊമിത ബിക്കംസ് ആംഗ്രി ആൻഡ് കോറൽ വിത്ത് അജിത്ത്. അതുകൊണ്ട് തന്നെ അജിത്ത് ഈ ലെറ്റർ എടുത്ത് വായിച്ചതുകൊണ്ട് നൊമിതക്ക് ഭയങ്കര ദേഷ്യം വരികയും അജിത്തുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. ഷീ ലൈറ്റ്സ് ദ മാച്ച് സ്റ്റിക്ക് ആൻഡ് ബേൺസ് ഹെർ സാരി. അതായത് അവൾ ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് അവളുടെ സാരി കത്തിച്ചു. അജിത്ത് ജമ്പ് ടു ഹെർ സൈഡ് ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ. അജിത്ത് അവളുടെ അരികിലേക്ക് ചാടിയാണ്ട് തീ അണച്ചു. ഹീ സീസ് എ ഫയർ ബേണിംഗ് ഇൻ ഹെർ ഐസ്. അതായത് അജിത്ത് എന്താ കണ്ടത്? അവളുടെ കണ്ണുകളിൽ ഒരു ആളുന്ന തീക്കണൽ കണ്ടു എന്നാണ് പറയുന്നത്. നൊമിത ഗോസ് ഡൗൺ സ്റ്റെയർസ് ടു ഗിവ് ദ ഡ്രസ് ടു വാഷർമാൻ. നൊമിത സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി. എന്തിനാണ്? ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. വാഷർമാൻ അലക്കുകാരന് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയി. ഷീ പ്രിറ്റൻ ആസ് ഇഫ് നത്തിങ് ഹാസ് ഹാപ്പനഡ്. അതായത് അവൾ അഭിനയിച്ചു, എങ്ങനെ ഒന്നും നടക്കാത്ത പോലെ അവൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ അഭിനയിച്ചു. ദ ഓദർ ടെൽ ആസ് ദാറ്റ്. നമ്മൾ ദ ഓദർ, അതായത് ആശാപൂർണദേവി നമ്മളോട് ഈ കഥയിലൂടെ എന്താ പറയുന്നത്? വുമൺ സപ്രസ്ഡ് ദെയർ പെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് ഓതേഴ്സ്. അതായത് സ്ത്രീകൾ അവരുടെ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കും, അടിച്ചമർത്തും എല്ലാവരുടെ മുന്നിലും. അതായത് എല്ലാ കണ്ണുകളിലും പൊടിയിട്ട് ഉള്ളിൽ വേദനിക്കുക എന്ന്. ദ ഓദർ ഡെപിക്ട്സ് ദ സ്റ്റാറ്റസ് ഓഫ് ട്രഡീഷണൽ വുമൺ ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലെ പരമ്പരാഗത സ്ത്രീകളുടെ അവസ്ഥയാണ് ദ ഓദർ, അതായത് ആശാപൂർണദേവി ഈ കഥയിലൂടെ ചിത്രീകരിച്ചത്. അപ്പോൾ ഇത്രയുള്ള ഒരു കഥ. അതായത് മാത്സ് ബോക്സിനെ ഒരു സ്ത്രീയായിട്ട് കമ്പയർ ചെയ്യാണ് ഇവിടെ ആശാപൂർണദേവി. ഇനി ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. സോ അതിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് നൊമിത. നൊമിതൻ്റെ ക്യാരക്ടർ. നൊമിത ആരാണ് ഈ കഥയിലെ? നൊമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി മാത്സ് ബോക്സ്. ഈ ഒരു കഥയിലെ സെൻട്രൽ കഥാപാത്രം, മെയിൻ കഥാപാത്രം ആരാണ്? നൊബിതയാണ്. ഷീ ഈസ് ദ വൈഫ് ഓഫ് അജിത്ത്. ആരുടെ ഭാര്യയാണ് നൊബിത? അജിത്തിൻ്റെ ഭാര്യയാണ് നൊബിത. ദേ ആർ ലിവിങ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി. അവർ ജീവിക്കുന്നത് എവിടെയാണ്? ഒരു കൂട്ടുകുടുംബത്തിലാണ് ജീവിക്കുന്നത്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നൊമിത കംസ് ഫ്രം എ പുവർ ഫാമിലി. നൊമിത എവിടെ നിന്നാണ് വരുന്നത്? ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് നൊമിത വരുന്നത്. ഷീ ഹാസ് നോ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്. അവൾക്ക് സഹോദരങ്ങളോ സഹോദരിമാരോ ഇല്ല. ഷീ ഡസ് നോട്ട് അലോ എനി വൺ ടു ട്രാമ്പിൾ അപ്പോൺ ഹെർ ഡിഗ്നിറ്റി. തൻ്റെ അന്തസ്സിനെ ചവിട്ടി മതിക്കാൻ അവൾ ആരെയും അനുവദിക്കൂല എന്നാണ് പറയുന്നത്. ഷീ വാണ്ട് ടു ബ്രേക്ക് ഓഫ് ദ ബോൺസ് ഓഫ് മാരിറ്റൽ സ്ലാവറി. വൈവാഹിക അടിമത്തത്തിൻ്റെ ബന്ധങ്ങൾ തകർക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്ന അൺഫ്രീഡം. ഷീ ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഇന്ത്യൻ ടിപ്പിക്കൽ ഹൗസ് വൈഫ്.
അവൾ ഒരു ഉദാഹരണമാണ് ഇന്ത്യൻ ടിപ്പിക്കൽ ഹൗസ് വൈഫിനെ പോലെ. ഇന്ത്യയിൽ കാണുന്ന സാധാരണ വീട്ടമ്മമാരുടെ ഒരു ഉദാഹരണമാണ് നൊബിത. അടുത്തതാണ് കമ്പയർ ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിൻറ്റ് ഫാമിലി. ജോയിൻറ്റ് ഫാമിലിയും ന്യൂക്ലിയർ ഫാമിലിയും തമ്മിൽ കമ്പയർ ചെയ്യുക. ഫസ്റ്റ് വൺ ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി. 3 or 4 മെമ്പേഴ്സാണ് ന്യൂക്ലിയർ ഫാമിലിയിൽ ഉണ്ടാകുക. ആകെ 3-4 ആൾക്കാരെ ന്യൂക്ലിയർ ഫാമിലിയിൽ ഉണ്ടാവുള്ളൂ. ലോഡ്സ് ഓഫ് മെമ്പേഴ്സ്. ജോയിൻറ്റ് ഫാമിലിയിൽ പറയുന്നത് അമ്മമ്മയും അച്ഛനും അവരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും കൂടി ഒരുപാട് ആൾക്കാരുണ്ടാവും ജോയിൻറ്റ് ഫാമിലിയിൽ. മിനിമം പ്രോപ്പർട്ടി, അതായത് കുറച്ച് സ്വത്തേ ഉണ്ടാവുള്ളൂ. എന്നാൽ ജോയിൻറ്റ് ഫാമിലി ലോഡ്സ് ഓഫ് സ്വത്ത് ഉണ്ടാവും, ലോഡ്സ് ഓഫ് പ്രോപ്പർട്ടി, അതായത് ഒരുപാട് സ്വത്തുണ്ടാവും. ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യപരമായ, അതായത് നമുക്ക് അവകാശങ്ങളൊക്കെ ഉണ്ടാവും ന്യൂക്ലിയർ ഫാമിലി. ഫാമിലി ഹെഡ് ഈസ് ദ അതോറിറ്റി, അതായത് ഫാമിലിയിലെ മുതിർന്ന ആൾക്കാർക്കായിരിക്കും ഉത്തരവാദിത്തം ഉണ്ടാവുക. നോ ട്രെയിനിങ് ഫോർ സോഷ്യൽ ലിവിങ്, അതായത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒന്നും ന്യൂക്ലിയർ ഫാമിലിയിൽ ഉള്ള ആൾക്കാർക്ക് ജോയിൻറ്റ് ഫാമിലിയിലുള്ള ആളുകളേക്കാൾ കൂടുതൽ ന്യൂക്ലിയർ ഫാമിലികളിൽ ഉണ്ടാകുന്ന മെമ്പേഴ്സിന് അറിയില്ല. ഇനഫ് എക്സ്പീരിയൻസസ് ഫോർ സോഷ്യൽ ലിവിങ്, അതായത് ജോയിൻറ്റ് ഫാമിലിയിൽ ഒരുപാട് ആളുകൾ നമ്മൾ ജീവിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. മിനിമം കമ്മ്യൂണിക്കേഷൻ, കുറഞ്ഞ സംസാരങ്ങളെ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാവുള്ളൂ. എനഫ് കമ്മ്യൂണിക്കേഷൻ, ഒരുപാട് സംസാരങ്ങളുണ്ടാവും. പിന്നെ എനഫ് ഫ്രീഡം, മതിയായ സ്വാതന്ത്ര്യം. റെസ്ട്രിക്റ്റഡ് ഫ്രീഡം, ഒരു നിയന്ത്രിത സ്വാതന്ത്ര്യം ജോയിൻറ്റ് ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് ഉണ്ടാവുകയുള്ളൂ. അടുത്തതാണ് ദ സ്പേസ് ഓഫ് വുമൺ ഇൻ ദ ഫാമിലി. ഒരു കുടുംബത്തിലെ സ്ത്രീകളുടെ ഇടം എന്താണെന്ന്. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഈക്വൽ സ്റ്റാറ്റസ് ഇൻ ദ ഫാമിലി, അവർക്ക് കുടുംബത്തിൽ തുല്യ പദവി ലഭിക്കുന്നില്ല. ദേ ആർ ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ഇൻ ദ ഫാമിലി, കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് ആരാണ്? സ്ത്രീകളാണ്. ദ സൊസൈറ്റി ഈസ് ഫാർ എവേ ഫ്രം ദ കൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി, സമത്വമില്ലായ്മ, അതാണ് പറയുന്നത്. സമത്വ സങ്കല്പത്തിൽ നിന്ന് വളരെ അകലെയാണ് നമ്മളുടെ സമൂഹം. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ബെറ്റർ റെക്കഗ്നൈസേഷൻ ഫോർ ദെയർ ഹാർഡ് വർക്ക്, അവരുടെ കഠിനാധ്വാനത്തിന് അവർക്ക് മെച്ചപ്പെട്ട അംഗീകാരം ലഭിക്കുന്നില്ല. ദേ ആർ മോർ കമ്പാഷനേറ്റ് ആൻഡ് ജനറസ് ദാൻ അതർ ഫാമിലി മെമ്പേഴ്സ്, അതായത് ആ ഫാമിലിയിലുള്ള മറ്റ് കുടുംബാംഗങ്ങളെ അപേക്ഷിച്ച് അവർ ഭയങ്കര അനുകമ്പയും ജനറസും ആണെന്ന് പറയുന്നത്. ദേ ആർ റിയലി ലിവിങ് ഫോർ അതേഴ്സ്, അതൊരു നഗ്ന സത്യമാണ്. അതായത് സ്ത്രീകൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അടുത്തതെന്താ? സെമിനാർ പോയിൻറ്റ്സ് ഫോർ ജെൻഡർ ഈക്വാലിറ്റി. ജെൻഡർ ഈക്വാലിറ്റി പറഞ്ഞാൽ ലിംഗസമത്വം. ഡെവലപ്പ് ദ കൾച്ചർ ഓഫ് ഇൻക്ലൂഷൻ ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിലെ എല്ലാ തുറകളിലും ഉൾക്കൊള്ളാനുള്ള സംസ്കാരം സ്ത്രീകൾക്ക് വികസിപ്പിക്കുക. മേക്ക് ദ സൊസൈറ്റി ആസ് വുമൻസ് ഫ്രണ്ട്ലി. വുമൻസ് ഫ്രണ്ട്ലി ആണ് സമൂഹത്തിലെ സ്ത്രീ സൗഹൃദമാക്കുക. ഡെവലപ്പ് ദ കൾച്ചർ ഓഫ് ഷെയറിങ് ഓഫ് ഹൗസ് ഹോൾഡ് ജോബ്സ്, അതായത് സ്ത്രീകൾക്ക് വീട്ടിലുണ്ടാവുന്ന ജോലികളിൽ അത് ഷെയർ ചെയ്യാനുള്ള സംസ്കാരം വർദ്ധിപ്പിക്കുക. ഗിവ് ഈക്വൽ വേജ് ആൻഡ് ഈക്വൽ സ്റ്റാറ്റസ്, തുല്യ വേതനവും തുല്യ പദവിയും സ്ത്രീകൾക്ക് നൽകുക. എൻഷുർ വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ വാക്സ് ഓഫ് പബ്ലിക് ലൈഫ്, പൊതുജീവിതത്തിലെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. ഗിവ് സോഷ്യൽ ജസ്റ്റിസ് ഫോർ വുമൺ, സ്ത്രീകൾക്ക് സാമൂഹിക നീതി നൽകുക. സോ ഇത്രയും ആണ് മാച്ച് ബോക്സിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ. പിന്നെ മാച്ച് ബോക്സിന് ആദ്യം പറഞ്ഞ ആ ഷോർട്ട് സമ്മറിയും ഒന്ന് പഠിച്ചു വെക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചു എന്നാണ് അർത്ഥം. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.